വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കാസ്പറ പോഡ്കാസ്റ്റ്. കാസ്പറ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ബിക്കോസ് ദിസ് ഇസ് അവർ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് കാസ്പറ പോഡ്കാസ്റ്റ് ആൻഡ് വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ് വിത്ത് us. ഇറ്റ്സ് നൺ അതർ ദാൻ ഡോക്ടർ ശ്രീലക്ഷ്മി. ഡോക്ടർ ശ്രീലക്ഷ്മി ഒരു ആയുർവേദിക് ഡോക്ടറാണ്. അതുപോലെ തന്നെ ഷീ ഹാസ് ഹെർ ഓൺ ക്ലിനിക് ഇൻ മലപ്പുറം അരുവിയയിൽ കുറെ ഹെയർ റെമഡീസിനുള്ള കുറെ ഓയിൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരുപാട് ഓയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. സോ വി ഹാവ് അവർ സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പൊ നമുക്ക് മാമിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. സോ ഹാർട്ടി വെൽക്കം ടു അവർ പ്രോഗ്രാം, ടു അവർ പോഡ്കാസ്റ്റ്. ഓക്കെ, താങ്ക് യു തുഷാര. ഇന്നത്തെ കാലത്ത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഫീൽഡ് എടുക്കുകയാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ഞാൻ സ്ട്രെസ്ഡ് ആണ് എന്നുള്ളത്. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ആക്ച്വലി സ്ട്രെസ്? എന്താണ് സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ? ഓക്കെ, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബോഡിയുടെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലൈഫിൽ പലതരത്തിലുള്ള ചലഞ്ചസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പലതരം പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയെ അതുപോലെ മൈൻഡിനെയൊക്കെ ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സ്ട്രെസ്. മെയിനായിട്ട് നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത്, എന്തെങ്കിലും ട്രോമാസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ, ഇതൊക്കെയാണ് നമ്മളെ സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് തരത്തിലുള്ള സ്ട്രെസ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഗുഡ് സ്ട്രെസ്സും അതുപോലെ തന്നെ ബാഡ് സ്ട്രെസ്സും. എന്താണ് ഇതിന്റെ ഒരു ഡിഫറൻസ്? അതൊന്ന് പറയാൻ പറ്റുമോ? ഗുഡ് സ്ട്രെസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്ന സ്ട്രെസ്സാണ് ഗുഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ചെറുതായിട്ടൊരു സ്ട്രെസ് വന്നാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ന്യൂ സ്കിൽസ് പഠിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഗുഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രെസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ബാഡ് സ്ട്രെസ് എന്ന് പറയുന്ന സമയത്ത് അതൊരു ഡിസ്ട്രെസ് ആണ്. അതായത് നമ്മുടെ ബോഡിയെയും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെയൊക്കെ ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ബാഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് വരുമ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പിലാവുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള ബാഡ് സ്ട്രെസ് ആയിട്ട് നമ്മുടെ മൂഡിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഇപ്പം ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് അവരുടെ ഫേസിൽ ഇത് നന്നായിട്ട് എഫക്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡാർക്ക് സർക്കിൾസ് വരാം. അതുപോലെ തന്നെ പല രീതിയിലും ചില ആൾക്കാർ, അത് കൂടുതലായിട്ട് ഈ ഡാർക്ക് സർക്കിളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉറങ്ങാഞ്ഞിട്ടൊക്കെയാണ് മേജറായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും. പക്ഷെ എന്നാലും അവരെ അത് പുറത്തേക്ക് കാണില്ല. അവർ കംപ്ലീറ്റ് ടൈമും ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിരിച്ചും കൊണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ പറ്റിയിട്ട് എന്താണ്, ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറ്റിയിട്ട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ചില ആൾക്കാരെന്ന് പറയുന്നത് അവര് സ്ട്രെസ്, അതായത് സ്ട്രോങ് ആയിട്ടിരിക്കണം സമൂഹത്തിന്റെ മുന്നിൽ എന്നൊരു ധാരണ കാരണം അവർ അത് എക്സ്പ്രസ് ചെയ്യാൻ മടിക്കും. അത് സത്യത്തിൽ ഒരു ബാഡ് സൈൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഈ വ്യക്തി ഇങ്ങനെ ഒരു സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. നമ്മുടെ മനസ്സിലുള്ള ഡിപ്രഷന്റെ തോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഗ്ലൂമി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ റൂം വാതിലടച്ചിരുന്ന് കരയുക, അങ്ങനത്തെ ഒക്കെ തോട്ടിലാണ്. പക്ഷെ അങ്ങനെ മാത്രം ആയിക്കൊള്ളുന്നില്ല ഈ ഡിപ്രഷന്റെ സൈൻ എന്ന് പറയുന്നത്. അവർ പുറത്തേക്ക് നല്ല ആക്റ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് തോന്നും, നമ്മുടെ അടുത്തൊക്കെ ചിരിച്ച് സംസാരിക്കും. പക്ഷെ അവർ ഉള്ളിൽ നേരിടുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ചിലപ്പോൾ അവരെ അടുത്ത സുഹൃത്തുക്കളോട് പോലും അവരിത് തുറന്നു പറയില്ല. ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ കൂടുതലായിട്ട് സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ഒക്കെ കാണുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അവര് ഓക്കെ ആയിരുന്നു, നോർമൽ ആയിരുന്നു, എന്താണ് പ്രോബ്ലം മനസ്സിലായില്ല എന്നൊക്കെ ഇത്തരത്തിലുള്ള കേസുകളാണ് വരുന്നത്. അപ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വെക്കാണ്ടേ, ഇങ്ങനൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അതാരും ജഡ്ജ് ചെയ്യുമെന്നൊന്നും പേടിക്കാതെ തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക, അല്ലെങ്കിൽ ഒരു അടുത്ത സുഹൃത്തുണ്ടെങ്കിൽ അവരെടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുക. കൂടെ തന്നെ പ്രൊഫഷണൽ ആയിട്ടൊരു ഹെൽപ്പ് കൂടി തേടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ബേസിക്കലി നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കോവർക്കേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഓഫീസ് റിലേറ്റ് ചെയ്തിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ഒക്കെ ആവുന്ന ദിവസമാണെങ്കിലും നെക്സ്റ്റ് ഡേ ഞാൻ പോകുമ്പോൾ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല പ്ലസന്റ് ആയിട്ടാണ് പോവുക. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ പറ്റുന്നതെന്ന്. അപ്പോൾ ബേസിക്കലി ഈ സൊസൈറ്റിക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണെങ്കിൽ നമ്മൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഭയങ്കര എന്താ പറയാ സങ്കടഭാവം മുഖത്ത് കാണിച്ചുകൊണ്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഡോക്ടർക്ക്? അത് നമ്മൾ എല്ലാ സ്ഥലത്തും വീക്കാണെന്ന് കാണിക്കേണ്ട ആവശ്യം എന്തായാലും ഇല്ല. അപ്പൊ തുഷാറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതാണ് ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ കൂടുതൽ നല്ലത്. കാരണം നമ്മൾ സൊസൈറ്റിയിലുള്ള എല്ലാവരോടും നമ്മൾ സ്ട്രെസ്സിനാണ്, നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ കൗൺസിലിംഗ് അതുപോലെ സൈക്കാട്രിക് മെഡിസിൻസ് അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ ഈ വേർഡ് ഉണ്ടല്ലോ, ഡിപ്രഷൻ, സ്ട്രെസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വേർഡ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഒരു ജഡ്ജ്മെന്റൽ രീതിയിലാണ് നമ്മളെ കാണുന്നത്. ഓ, നിനക്ക് സ്ട്രെസ്ഡോ, നീ സ്ട്രെസ്ഡ് ആണോ, അയ്യേ ഞങ്ങളൊക്കെ ഉള്ള സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഞങ്ങൾ സ്ട്രെസ്ഡ് ഒന്നും അല്ലായിരുന്നു, ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഇതിനൊരു ജഡ്ജ് ചെയ്തുകൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ പറ്റിയിട്ട് എന്ന് വെച്ചാൽ ആൾക്കാർ എനിക്ക് കുറെ തോന്നിയിട്ടുണ്ട്, കുറച്ച് അവയർനെസിന്റെ കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഡോക്ടർ, ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇതിന് വേണ്ട അവയർനെസ് കൊടുക്കാൻ സാധിക്കും? നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും അസുഖം വരുന്ന പോലെ തന്നെയാണ് നമ്മൾ മൈൻഡിന് അസുഖം വരുന്നത്. അത് ആൾക്കാരൊന്ന് അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമോ എന്ന ആ ഒരു ഭയം സമൂഹത്തിലുള്ള ആൾക്കാർ മാറ്റി വെക്കണം. ഇപ്പൊ കുറെ അവെയർ ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള അവയർനെസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കാവുന്നതാണ്. അതായത് നമ്മളെ പാരൻസിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നിനക്ക് എന്ത് ഡിപ്രഷനാണ്, എന്താണ് ഇതിന് മാത്രം പ്രശ്നം എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരിക്കലും അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സ്കൂൾസിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവയർനെസ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ മൈൻഡിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അത് നിങ്ങൾ ഒരിക്കലും ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമുക്കത് ജഡ്ജ് ചെയ്യാതെ തന്നെ നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളൊരു അവയർനെസ് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ്. സ്ട്രെസ് എങ്ങനെയാണ് നമ്മളെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഈ മെന്റലി ഡിസ്ട്രെസ് വരുന്ന സമയത്ത് അത് ബോഡിയെ വല്ലാത്ത രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യും. ബോഡിയിൽ പലതരത്തിലുള്ള സിംറ്റംസ് കാണിക്കും. പല പേഷ്യൻസിനും അത് സ്ട്രെസ് കൊണ്ടാണ് എന്ന് പോലും മനസ്സിലാവില്ല. അതായത് ചില ആൾക്കാർക്ക് ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോലുള്ള ടെൻഡൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഒരു ആൻസൈറ്റിയുടെ ഭാഗമാണെന്ന് ഒരു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. അതായത് നമുക്കൊരു നെക്ക് പെയിന്, ഷോൾഡർ പെയിന്, അതുപോലെ ചെസ്റ്റിനൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക, ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട്, അതായത് പാൽപിറ്റേഷൻ പോലെ ഫീൽ ചെയ്യുക. ഇതൊക്കെ നമുക്ക് സ്ട്രെസ് അധികമായിട്ട് വരുമ്പോൾ നമുക്ക് ബോഡിയിൽ അനുഭവപ്പെടുന്ന സിംറ്റംസ് ആണ്. അതുപോലെ ചിലർക്കൊക്കെ സഫോക്കേഷൻ, അതൊരു ശ്വാസം മുട്ട് പോലെ പല OP-യിൽ പല കേസസ് വന്നിട്ടുണ്ട്. അതായത് ബ്രീത്തിങ് പ്രോബ്ലംസ് ആണെന്ന് പറഞ്ഞു വരുമ്പോൾ അവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അപ്പോൾ അവർ ആ രീതിയിലാണ് അവരുടെ ബോഡി അതിനെ പുറത്തേക്ക് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, സ്ലീപ്പ്, ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് വരും. ചില ആൾക്കാരെന്ന് പറയുന്നത് ഓവറായിട്ട്, അത് സ്ട്രെസ് ഈറ്റിംഗ് എന്നൊക്കെ പറയും, ഓവറായിട്ട് ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുക. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില ആൾക്കാർ കുറേ സമയം കിടന്നുറങ്ങും, ചില ആൾക്കാരുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് കാണിക്കാറുള്ളത്. സോഷ്യൽ മീഡിയയും സ്ട്രെസ്സും കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാനിത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഹാപ്പി മൊമെന്റ്സ് ആണ് കൂടുതലായിട്ടും സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചില വ്യക്തികൾക്ക് ഇത് കാണുന്ന സമയത്ത് ഭയങ്കര ഇൻസെക്യൂരിറ്റി പ്രോബ്ലംസ്, വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്, നോർമലാണ്. അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ലൈഫ് കമ്പയർ ചെയ്യുക എന്നുള്ളത്. അത് ഒരു കണക്കിന് നമ്മൾക്ക് അറിയാൻ പറ്റും, നമ്മൾ തന്നെ നമ്മളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നല്ല മൊമെന്റ്സ്, നമ്മളെ അച്ചീവ്മെന്റ്സ്, അത് മാത്രമാണ് സ്റ്റോറി ആയിട്ടും റീൽസ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അവരുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടറിയാൻ പറ്റും നമ്മളെങ്ങനെ ആ ഒരു എപ്പിസോഡ് കണ്ട് ഇരുത്താം എന്നുള്ള രീതിയിൽ നല്ല മൊമെന്റ്സ് വെച്ചിട്ടാണ് അവരതും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിൽ മാത്രം എന്താ പ്രോബ്ലംസ്, അവരുടെയൊക്കെ ലൈഫ് ഹാപ്പി ആണല്ലോ,
എനിക്ക് മാത്രം എന്താ ഇത്തരത്തിലുള്ള സ്ട്രഗിൾസ് വരുന്നത് എന്നൊരു കമ്പാരിസൺ അവിടെ വരും. പക്ഷെ ആക്ച്വലി അവർ നല്ല മൊമെന്റ്സ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അവരുടെ ലൈഫിലുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. അതൊക്കെ ഓവർകം ചെയ്തിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കമ്പാരിസൺസ് ഒഴിവാക്കുക. നമ്മൾ മനസ്സിലാക്കുക ഇതല്ല യഥാർത്ഥമായിട്ടുള്ള ലൈഫ് എന്നുള്ളത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. നൈറ്റ് ടൈം ആണ് കൂടുതലായിട്ടും ഈ ഓവർ തിങ്കിങ് ഇഷ്യൂസ് കോമൺ ആയിട്ട് നമ്മൾ കാണാറ്. നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തായിരിക്കും പല കാര്യങ്ങളും നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെ കട്ട് ഓഫ് ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? പല ആൾക്കാരും നമ്മുടെ അടുത്ത് പറയുന്ന കാര്യമാണ് നൈറ്റ് ആവുമ്പം ഓവർ തിങ്കിങ് കൂടുക എന്നുള്ളത്. അതായത് രാത്രി വന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ആക്റ്റീവായിരിക്കുന്ന ഒരു സ്റ്റേജാണ്. പകലത്തെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് വിശ്രമിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടുതലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ബ്രേക്കപ്പ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ആ ടൈമിലായിരിക്കും അവരെ കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ നൈറ്റ് ടൈം വരുന്ന ഈ ഓവർ തിങ്കിങ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഉറങ്ങുന്നതിൻ്റെ ഒരു 1 hour മുമ്പെങ്കിലും നമ്മൾ ഫോൺ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്കൊരു നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാണുന്ന റീൽസ് ഒക്കെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പൊ ഇൻസ്റ്റഗ്രാം നമ്മളെ കൂടുതൽ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വീണ്ടും വീണ്ടും ആ നെഗറ്റീവ് ലൂപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അറിയാണ്ട് തന്നെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പം നമ്മൾ മാറ്റി വയ്ക്കുക, ഫോൺ മാറ്റി വയ്ക്കുക 1 hour മുമ്പേ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ബ്രീത്തിങ് ടെക്നീക്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മളെ നെർവസ് സിസ്റ്റം കാമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻസ് അതുപോലെ പലതരത്തിലുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ് 4-4-6 എന്ന് പറയുന്ന ഒരു മെത്തേഡ് വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക, 6 സെക്കൻഡ് എടുത്തിട്ട് അത് എക്സെയിൽ ചെയ്യുക. അതൊരു 10 times ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു നെർവസ് സിസ്റ്റം കാമായിട്ട് വരും. പിന്നെ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പാദാഭ്യംഗം എന്ന് പറയും. അതായത് കാലിൻ്റെ അടിയിൽ നമ്മൾ ഓയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ മസാജിങ് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു ഡീപ്പ് റിലാക്സേഷൻ മെത്തേഡാണ്. നമ്മുടെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് കിടന്നുറങ്ങാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ പോയിട്ട് കാണിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ഏത് സാഹചര്യത്തിലാണ് എത്തേണ്ടത്? അതായത് നമുക്ക് സിംറ്റംസ്, അതായത് പലതരം സിംറ്റംസ് ഉണ്ട് ഡിപ്രഷന്. അത് ഒരു 2 ആഴ്ചയിൽ കൂടുതൽ, 2 ആഴ്ചയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നിലനിൽക്കുകയാണെങ്കിലാണ് നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടത്. അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. അതായത് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഹോബീസ് ഉണ്ടാവും പലതരത്തിലുള്ള, അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുക, ഒരു ലൈഫ് ഒരു മീനിങ്ലെസ് ആയി തോന്നുക, ഭാവിയെ കുറിച്ചിട്ടൊന്നും ഒരു പ്രതീക്ഷ ഇല്ലാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് അപ്പറ്റൈറ്റ്, അതായത് നമുക്ക് വിശപ്പിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് വിശപ്പ് കുറയുക അല്ലെങ്കിൽ ഓവറായിട്ട് ഈറ്റ് ചെയ്യുക, സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുക, പാനിക് അറ്റാക്സ് വരിക. അപ്പം ഇങ്ങനത്തെ ഒക്കെ സിംറ്റംസ് ഒരു 2 ആഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ 2 ആഴ്ചയോ നിലനിൽക്കുകയാണെങ്കിലാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ഇതിൽ തേടേണ്ടത്. പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പെയ്ഡാണ് അല്ലേ? നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് നേടുന്നു. പക്ഷെ ഇതിന് പകരം നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആള് നമുക്കിപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ ആള് പറയുന്നതൊക്കെ കേട്ടിരിക്കുമല്ലോ. അപ്പൊ കുറച്ചും കൂടി ബെറ്റർ അതല്ലേ? ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, അതായത് നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാമെന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരൊരിക്കലും ഒരു പ്രൊഫഷണൽ ട്രെയിനേഴ്സ് അല്ല എന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് വെച്ചിട്ടായിരിക്കും അവർ ഇതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് പറഞ്ഞു തരാം. അതുപോലെ നമ്മുടെ ട്രോമ എന്താണെന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത്തരത്തിലുള്ള ഫ്രണ്ട്സിന് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്ന സമയത്ത് അവിടെയാണ് ഈ CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ നെഗറ്റീവ് തോട്ട് പാറ്റേണിനെ എങ്ങനെ ഹെൽത്തിയർ ആയിട്ടുള്ള വേയിലേക്ക് കൊണ്ടുപോകാൻ എന്ന ഒരു ബ്രെയിൻ്റെ റീവയറിംഗ് ആണ് ഇത്തരത്തിലുള്ള തെറാപ്പിയിൽ ചെയ്യുന്നത്. മെയിനായിട്ട് ഇതൊരു ടൂളാണ്. അതായത് CBT എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ടൂളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഇമോഷണലായിട്ട് നമുക്ക് അവരുടെ അടുത്ത് ഓപ്പണായി സംസാരിക്കുന്നല്ലാതെ അതൊരു സൊല്യൂഷനായിട്ട് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. കോമൺ ആയിട്ട് പാരന്റ്സ് പറയുന്ന ഒരു തിങ് ആണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ
നിന്റെ സ്ട്രെസ് ഒക്കെ കുറയുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? പാരന്റ്സിന്റെ സ്ട്രെസ് റിലീഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അതായിരിക്കും അവർ അങ്ങനെ പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മള് മക്കളെ ഒരു മാരേജിന് വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അതായത് പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫോഴ്സിങ് ഇല്ലാതിരിക്കുക. കാരണം ഒരു ഭയങ്കരമായിട്ടൊരു ഷിഫ്റ്റ് ആണ് അല്ലെ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, അതുപോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്. അതായത് മീ എന്നൊരു കൺസെപ്റ്റിൽ വി എന്നൊരു കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. അപ്പൊ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവർ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പോ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ്. അപ്പൊ അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അവർക്ക് എപ്പോൾ കല്യാണം കഴിക്കണം, അവരെ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിലൊരിക്കലും ഒരു ഫോഴ്സിങ് നടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് കുറച്ച് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ഇടയിൽ കോമൺ ആയിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. നമ്മളുടെ ലവ് ബോംബിങ്, അതുപോലെ ബെഞ്ചിങ്, അതെ അതെ, ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുണ്ട്. അപ്പൊ ഇതിനെ പറ്റി ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കേസിൽ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതിനെ പറ്റി എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? നമുക്കൊന്നും ഈ ടേംസ് അറിയില്ല എന്നുള്ളതാണ്. അതായത് എനിക്ക് റീസെന്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ ഉണ്ടായത്, ഒരു കുട്ടി, അതായത് 18 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞതാണ്, ഞാനിപ്പോ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, അപ്പൊ ബെഞ്ചിങ്ങിലാണെന്നുള്ളത്. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം എന്താണ് ഈ ബെഞ്ചിങ്. അപ്പൊ ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ, അതായത് അവർക്ക് അവെയർ ആണ് ഒരു റിലേഷൻഷിപ്പിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവര് പാർട്ണറോട് പറഞ്ഞു കൊടുക്കാനുള്ള വേർഡ്സ് ആണ് ഈ ബെഞ്ചിങ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ മറ്റൊരു വേർഡാണ് ബ്രെഡ് ക്രംബിങ്. അതായത് ചില സമയത്ത് എഫോർട്സ്, സ്നേഹമൊക്കെ കൂടുതലായിട്ട് കൊടുക്കുക, പിന്നെ അതൊരു കൺസിസ്റ്റന്റ് അല്ലാത്ത രീതിയിൽ പെരുമാറുക. ഇതൊക്കെ അവര് യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ടേംസ് ആണ്. നമ്മുടെ ജനറേഷനിലൊന്നും നമ്മൾ കേൾക്കാത്ത ഓരോ വേർഡ്സ് ആണ്. അതുപോലെ ഒന്നാണ് ലവ് ബോംബിങ് എന്ന് പറയുന്നത്. ലവ് ബോംബിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹം ഒരു സമയത്ത് കൊടുത്ത് പിന്നെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ലവ് ബോംബിങ്ങിലൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളില്, അതായത് ഒരു വ്യക്തി ആൻഷ്യസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരുപാട് സ്നേഹം കിട്ടുന്നു, അപ്പൊ അവര് അഡിക്റ്റ് ആയി പോവാണ് ആ സ്നേഹത്തില്. പിന്നെ അത് കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് അവര് വല്ലാണ്ട് ആൻഷ്യസ് ആവും, ആൻഷ്യസ്ലി അറ്റാച്ച്ഡ് ആവും. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആൾ അത് വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ എഫക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരുപാട് ഇനിയും സംസാരിക്കാനുണ്ടെന്ന്. പക്ഷെ നമുക്ക് ടൈം കുറവ് എന്നല്ല, നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം. സോ ഇത്രയും ടൈം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ഡോക്ടറിന് ഒരുപാട് നന്ദി. സോ വിത്ത് ദിസ് വി ആർ മൂവിങ് ടു ദ കൺക്ലൂഷൻ ഓഫ് ടുഡേയ്സ് പ്രോഗ്രാം. സോ എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത തവണ പുതിയൊരു ഗസ്റ്റുമായിട്ട് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം തുഷാര ഫ്രം കാസ്ബ്ര ആഡ്സ്.